പാചകവാതക പ്രതിസന്ധിക്കിടെ ബദൽ സംവിധാനങ്ങൾക്ക് അനുമതി നൽകി കേന്ദ്രം. LPGക്ക് പുറമെ മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാമെന്നാണ് നിർദ്ദേശം. ഇതിലൂടെ ഹോട്ടൽ മേഖല നേരിടുന്ന പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനം വലിയ തരത്തിലുള്ള LPG സിലിണ്ടർ ലഭ്യതയിലുള്ള കുറവ് അത് വലിയ തരത്തിൽ നേരിടുന്നുണ്ട്. ഹോട്ടലുകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഹോട്ടലുകളും അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം 50ഓളം ഹോട്ടലുകൾ അടയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഇപ്പോഴും പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അനുശ്രീ, രാജ്യത്താകമാനം ഈ പ്രതിസന്ധി ഉണ്ട്. കാരണം കേന്ദ്ര സർക്കാർ 100% ലഭ്യത ഗാർഹിക സിലിണ്ടർ കാര്യത്തിൽ ഉറപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും യുദ്ധം നീളാനുള്ള അല്ലെങ്കിൽ യുദ്ധം നീണ്ടേക്കുമെന്നൊരു ആശങ്ക കേന്ദ്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യ ഭീതി പരത്തരുതെന്ന് പറയുമ്പോൾ പോലും ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. കാരണം നേരത്തെ 25 ദിവസമാക്കിയിരുന്നു ഗാർഹിക സിലിണ്ടറുകളുടെ ബുക്കിങ്ങിനുള്ള പരിധി. അതിപ്പോൾ 45 എന്ന് മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ 45 ദിവസം കാത്തിരിക്കണം. അത് ഗ്രാമീണ മേഖലകളിലാണ്. നഗരമേഖലകളിൽ അത് 25 ദിവസം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അങ്ങനെ യുദ്ധം പോയാൽ ഇപ്പോൾ നിലവിൽ പ്രതിസന്ധിയില്ല എന്ന് പറയുമ്പോൾ പോലും യുദ്ധം നീണ്ടുപോയാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി കേന്ദ്രം മുന്നിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷേ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല സാഹചര്യം. ഇപ്പോൾ തന്നെ പല ഇടങ്ങളിലും രാജ്യത്തെ പല നഗരങ്ങളിലും ഒക്കെ തന്നെ ഹോട്ടലുകൾ പലയിടത്തും പൂട്ടിക്കഴിഞ്ഞു. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളാകട്ടെ അവരുടെ വിഭവങ്ങൾ കുറച്ചു. പലരും വിറകടുപ്പിലേക്കൊക്കെ തന്നെ മാറുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ കണ്ടത് അതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട് ഹോട്ടലുകൾക്കടക്കം വാണിജ്യ മേഖലയിലൊക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു ബദൽ മാർഗം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം LPGക്ക് പകരം മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാം എന്ന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഹോട്ടലുകളിലെയൊക്കെ തന്നെ പ്രതിസന്ധി മറികടക്കുക, റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ തന്നെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് മണ്ണെണ്ണ ഉപയോഗിക്കാമെന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ബയോമാസ് ഉപയോഗിക്കും, ഒപ്പം തന്നെ കോൾ ഉപയോഗിക്കാം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതിനോടകം തന്നെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാരണം 1 മാസത്തേക്ക് ഈ ഇളവ് അനുവദിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കാരണം സാധാരണ ഹോട്ടലുകളിലൊന്നും തന്നെ ഈ മണ്ണെണ്ണ ഉപയോഗിക്കുന്ന പതിവില്ല. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ചില വിശദീകരണങ്ങൾ കൂടി നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന മണ്ണെണ്ണ വിഹിതത്തിന് പുറമെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഏതാണ്ട് 48,000 കിലോ ലിറ്റർ മണ്ണെണ്ണ നൽകും. അപ്പോൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ഉപഭോക്താക്കൾക്ക് അതിൽ നിന്ന് വിതരണം ചെയ്യണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതായാലും സംസ്ഥാനങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഒപ്പം കൽക്കരിയുടെ കാര്യത്തിലും അത്തരമൊരു നിർദ്ദേശം മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. കോൾ ഇന്ത്യക്ക് ഇത്തരത്തിൽ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാനായി ഇത്തരത്തിൽ കൽക്കരി അനുവദിക്കണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ കൽക്കരി മന്ത്രാലയം കൂടി നൽകിയിരിക്കുകയാണ്. അങ്ങനെ ബദൽ സംവിധാനത്തിലൂടെ ഈ പ്രതിസന്ധി മറികടക്കുക, ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതായാലും നീങ്ങുന്നത്. അനുശ്രീ, രാകേഷ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശ്മശാനങ്ങളിലടക്കം ഈ LPGയിൽ ലഭിക്കുന്നതിലെ പ്രതിസന്ധി അത് വലിയ തരത്തിൽ ശ്മശാനങ്ങളെ അടക്കം ബാധിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. ഹോട്ടലുകൾക്കൊക്കെ ബദൽ മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഈ ശ്മശാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ബദൽ മാർഗം സ്വീകരിക്കുക എന്നത് ഏത് രീതിയിൽ പ്രാവർത്തികമാകുമെന്നത് കൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അനുശ്രീ, അതാണിപ്പോൾ സൂചിപ്പിച്ചത്. കാരണം ആ പ്രതിസന്ധി മറികടക്കുക, ആ ലക്ഷ്യം തന്നെയാണ് കേന്ദ്രത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇത്തരമൊരു ബദൽ നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. കാരണം മണ്ണെണ്ണ അടക്കം സാധാരണഗതിയിൽ ഇത്തരം ഇടങ്ങളിലൊന്നും തന്നെ ഉപയോഗിക്കുന്ന പതിവില്ല. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാം, അങ്ങനെ ഒരു പ്രതിസന്ധി മറികടക്കാം എന്നാണ് ലക്ഷ്യം. കാരണം പെട്രോളിനൊന്നും തന്നെ വലിയ പ്രതിസന്ധി രാജ്യം ഈ ഘട്ടത്തിൽ നേരിടുന്നില്ല. കാരണം പെട്രോളിയം ഇറക്കുമതി മറ്റു പല രാജ്യങ്ങളിൽ നിന്നുണ്ട്, റഷ്യയിൽ നിന്നടക്കമുണ്ട്. പക്ഷേ LPGയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഏതാണ്ട് 90% ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഇന്ത്യ. സ്വാഭാവികമായും ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി അത്തരം നീക്കം ഇന്ത്യയിലേക്ക്, ചരക്ക് നീക്കം ഇന്ത്യയിലേക്ക് വരുന്നില്ല. അതാണ് ഇപ്പോൾ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പക്ഷേ അത് മറികടക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുക. അതുപോലെ നേരത്തെ 10% കൂട്ടുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരുന്നത്. അത് മാറി ഇപ്പോൾ ഇന്നലെ വന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരം ഏതാണ്ട് 28% ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ ഒരു വശത്ത് പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രം നീക്കം നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മറ്റ് ഇന്ധനങ്ങൾ കൂടി
ഉപയോഗിച്ച് ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്തുക. പ്രതിസന്ധി തീരുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ, പക്ഷെ അതിന് അയവ് വരുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം നിലപാടിലേക്കൊക്കെ തന്നെ കേന്ദ്രം കടക്കുന്നത്. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.